ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. അവിടെ ആകെ ഒരു 4-5 മുസ്ലിം അല്ലാത്ത ഫാമിലി മാത്രമേ ഉള്ളൂ. അവരൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ടെല്ലാം വളരെ സൗഹൃദവും, സഹോദരങ്ങളെ പോലെയല്ല, സഹോദരങ്ങളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം പോലും മുസ്ലിം യുവാക്കളാണ് മുമ്പിൽ നിന്ന് നടത്തുന്നത്. അതുപോലെ തന്നെ പള്ളിയിലെ കാര്യങ്ങളിൽ അവർ എന്ന് വെച്ചാൽ എല്ലാം വളരെ എവിടെയാണ് എന്തെങ്കിലും വേർതിരിവ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഈ RSSകാരുമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നത് ദുബായിൽ വെച്ചാണ്. അന്ന് ഞാൻ അവിടെ ദേറ ദുബൈയിൽ ഫിഷ് റൗണ്ട് ബോട്ടിൻ്റെ അടുത്ത് ടോയ്സ് ആർ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അതിൻ്റെ ബാക്കിൽ ഒരു വില്ലയിലാണ് താമസം. അപ്പോൾ ആ വില്ല അതിനകത്തൊരു 2 ബെഡ്റൂമുണ്ട്. വില്ലയാണ്, 2 റൂമുണ്ട്, പിന്നെ ഒരു കോമൺ കിച്ചനുണ്ട്. അപ്പോൾ ഒരു റൂമിൽ ഞാനും എൻ്റെ കുറച്ച് അടുത്ത ബന്ധുക്കളുമാണ് താമസം. വേറൊരു അടുത്ത റൂമിൽ കണ്ണൂരുള്ള ഒരു 3 പേര് താമസമുണ്ട്. ഞങ്ങൾ രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കിലായിരിക്കും. വൈകുന്നേരം കോമൺ കിച്ചൺ ആയതുകൊണ്ട് അവിടെ വെച്ചാണ് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല സൗഹൃദത്തിൽ നന്നായിട്ട്. അപ്പോൾ അവിടെയുള്ള ഒരു വ്യക്തിയാണ് മുരളി. ഇപ്പം മുരളി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ ബ്രദർ വരുന്നുണ്ട്, നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, വിസിറ്റിലാണ് വരുന്നത്. അപ്പോൾ എവിടെ എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ശരി പറയാം, നമുക്ക് എൻ്റെ അറിവിൽ എന്തെങ്കിലും വന്നാൽ പറയാമെന്ന്. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കക്ഷി വന്നു, മുരളിയുടെ ബ്രദർ അനുജനാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം നമ്മൾ കുക്ക് ചെയ്യുന്ന കിച്ചണിൽ പോയപ്പോഴത്തേക്ക് പുള്ളി വന്നു ചായ ഇടാൻ വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പേര് സംസാരിക്കുമ്പോൾ തന്നെ പുള്ളിക്കൊരു നമുക്കൊരു പ്രത്യേകത മനസ്സിലാവും. അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും അറിയില്ല. പുള്ളിക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മൾ ചോദിച്ചാൽ മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ട്. മൊത്തത്തിൽ ബോഡി ലാംഗ്വേജൊക്കെ ഒരു റെബലിയസ് ബോഡി ലാംഗ്വേജ് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇപ്പം എൻ്റെ തൊലിക്കെട്ടിയെക്കുറിച്ച് പുള്ളിക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ സ്ഥിരം കാണുമ്പോഴും ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. പുള്ളി ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്, ഒരു രക്ഷയില്ല. എന്നാലും ഞാൻ ഡെയിലി കാണുമ്പോഴാണ് എന്താണ് ചോദിക്കും, തന്നെ ചോദിക്കും, എന്തായി ജോലിയുടെ കാര്യമൊക്കെ അന്വേഷിക്കും. അങ്ങനെ പോയി പുള്ളി പിന്നെ പതുക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പുറത്തു വന്നത്. അതായത് ഹജ്ജിന് പോണവർ കള്ളക്കടത്തിന് പോകുന്നതാണ്. പിന്നെ പ്രവാചകനെക്കുറിച്ച് അതിരൂക്ഷമായ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആരിഫ് ഹുസൈനൊക്കെ പറയുന്ന ടൈപ്പ് അപവാദങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ചോദ്യങ്ങളായിട്ട്. അതങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, നമ്മൾ ഇതൊക്കെ വളരെ മുമ്പേ കേട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ അവിടെ നമ്മുടെ റൂമിലുള്ള വേറൊരു കക്ഷിയുണ്ട്. അപ്പോൾ അവനത് ശ്രദ്ധിച്ചു. അപ്പോൾ അവനത് ഭയങ്കര ഷോക്കായിപ്പോയി. ഇപ്പോൾ പ്രവാചകനെക്കുറിച്ച് പറയുന്നത് എനിക്കിപ്പോൾ കോട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഈ പ്രവാചകന് വെപ്പാട്ടികളുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇതിൽ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് ശരിക്കും. അപ്പോൾ നമ്മൾ അതിന് വലുതായിട്ട് മറുപടി പറഞ്ഞില്ല, അങ്ങനെ ജസ്റ്റ് ചിരിച്ചു പോയി. അപ്പം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ മുരളി വന്നിട്ട് എന്നെ ഭയങ്കര ടെൻഷനിൽ എന്നെ വന്ന് വിളിച്ച് പുറത്ത്, ഞങ്ങൾ കാമ്പൗണ്ട് പുറത്ത് ഒരു ടെന്നീസ് കോർട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് നിർത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നജീബ്, അവൻ പറഞ്ഞത് കാര്യമായിട്ട് എടുക്കരുത്, അവന് വിവരമില്ല. അപ്പം നാട്ടിൽ കിടന്ന CPMകാരുടെ കൈകൊണ്ട് ചാവുമെന്ന് വിചാരിച്ചാണ് ഞാൻ കഷ്ടപ്പെട്ട ഒരു വിസിറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പം മുരളിയുടെ ഇത് ഞാൻ ആരുടെങ്കിലും പറയുമോ, പുറത്തായാൽ പ്രശ്നം. അപ്പം ഗൾഫിനെ സമയത്തോളം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതെയും ജീവിക്കാം. പക്ഷെ മറ്റൊരാളുടെ വിശ്വാസത്തിൽ കൈകടത്താനോ അതിൻ്റെ പുറത്തോട്ട് കയറാൻ പാടില്ല. മുഹമ്മദ് നബിയെ ഒരാൾ പറയുമ്പോൾ ഉണ്ടാകുന്ന നിയമ നടപടി എന്താണോ അതേ നിയമ നടപടി യേശുവിനെതിരെ പറഞ്ഞാലും, ശ്രീകൃഷ്ണനെതിരെ പറഞ്ഞാലും, ശ്രീരാമനെതിരെ പറഞ്ഞാലും ഉണ്ടാവും, ഒരു സംശയമില്ല. ഷാർജയിൽ യേശുവിനെ ഒരു അകത്താക്കി വെച്ചിട്ട് ഒരു സീനുണ്ടായ ഒരു നാടകം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ഭഗവാൻ കാലുമാറുന്നു, അങ്ങനെ എന്താ പറഞ്ഞു. അതിൽ യേശു ക്രിസ്തുവിനെ ഒരു ചാക്കിനകത്തിരിക്കുന്നതായിട്ട് ചിത്രിച്ച് കുറേ മലയാളികൾ ജയിലിലായി, ഒരുപാട് വർഷം അവർ ജയിലിൽ കിടന്നു. അപ്പോൾ അവിടുത്തെ ഒരു നിയമം അങ്ങനെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, ഇഷ്ടമുള്ളവർ വിശ്വസിക്കാം. പക്ഷെ മറ്റൊരാളുടെ കയറി അപമാനിക്കാനോ അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കാനോ പാടില്ല. പരാതി വന്ന നടപടി ഉണ്ടാകും. അപ്പോൾ അതായിരിക്കണം മുരളിയുടെ ഭയം. മുരളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ സിറ്റുവേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ നാട്ടിലാവും നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നൊരു സമാധാനമില്ല, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് പേടിക്കണ്ട, ഒരു പേടിയും വേണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ കക്ഷിയോടത്ത് ഇങ്ങനെ സംസാരിക്കും. പുള്ളി ഇതേ റെബലിയസ് ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്നെ മുരളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് അനുജന് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ റിമോട്ട് ഏരിയയിലാണ്, ടാക്സി എൻഗേജ് ചെയ്ത് പോകണം. പക്ഷേ പോയാലും അവന് സ്ഥലം അറിയില്ല, ഒരു ധാരണയില്ല. അപ്പോൾ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു, ഒരു ജോലി കിട്ടാൻ ഒരു സാധ്യത ഉള്ളതാണ്. അപ്പോൾ അവനെ ഒന്ന് അവിടെ എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്, എനിക്ക് ഇറങ്ങി പോകാനും പറ്റും. ഞാൻ പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, അവൻ്റെ അടുത്ത് അവിടെ റെഡിയായി പുറത്തിറങ്ങി വരാൻ പറയാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി, ഇവനെയും കൊണ്ടുപോയി അഡ്രസ്സുമാക്കി
അഡ്രസ്സ് നോക്കി അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. ഇത് പിന്നെ റെഗുലറായിട്ട് ഒരു 10-15 പ്രാവശ്യം ആവർത്തിച്ചു പല സ്ഥലങ്ങളിലും. പിന്നെ അവൻ തന്നെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂവിൻ്റെ കോൾ വരുമ്പോൾ സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഒക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നമുക്കൊന്ന് പോകണമല്ലോ. എൻ്റെ അടുത്ത് തലേദിവസം പറയും. ഞാൻ പറയും ശരി, നീ റെഡിയായി നിൽക്കുമെന്ന് പറയും. ഞാൻ അവരും കൊണ്ടുപോകും. അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കെ അവന് ജോലി കിട്ടി. ജോലിയെല്ലാം കിട്ടി. കുറച്ച് അപ്പോൾ അതിനിടയ്ക്ക് കാണും, പല സംസാരമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് മാറി. അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു രീതിയിൽ മാറി. അതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി. ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയതിൻ്റെ അന്ന് അവൻ 1 പവൻ്റെ ഒരു ചെയിൻ വാങ്ങി കൊണ്ടുവന്ന് എൻ്റെ കൊണ്ട് തന്നു. എൻ്റെ തന്നിട്ട് അപ്പോൾ ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും, കാരണം ഞാൻ കുറേ പ്രാവശ്യം അവനെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി, ഒരുപാട് പ്രാവശ്യം സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി. അപ്പോൾ ഇവൻ എത്ര നിർബന്ധിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാല എന്നെ നിർബന്ധിച്ച് തന്നിട്ട് അവൻ പിന്നെ പറഞ്ഞ ഡയലോഗാണ് ഈ സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ളത്. അതൊന്നും എനിക്ക് ഓർമ്മയുണ്ട്. അത് അറിവില്ലാതായിപ്പോയി. ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിക്കണമെന്ന്. അപ്പോൾ അത് എനിക്ക് ആ സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ള ഒരു വാക്കായിരുന്നു അത്. അറിവില്ലാതായിപ്പോയി, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അത് സാരമില്ല, ഞാൻ ക്ഷമിക്കാനൊന്നുമില്ല, ഞാനത് അപ്പോഴേ മറന്നു എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം മുതലേ അവന് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവന് 2 മുഖമില്ല, ഒറ്റ മുഖമേ ഉള്ളൂ. അവൻ അഭിനയിച്ചില്ല. അവൻ്റെ ഉള്ളിലുള്ള ആ വെറുപ്പും വിദ്വേഷവും എല്ലാം അവൻ വെച്ചിട്ട് അവൻ വേറൊരാളായി അഭിനയിച്ച് കാര്യം സാധിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ നാട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടിയോ എൻ്റെ അടുത്ത് അഭിനയിച്ചില്ല. നമ്മൾ ഈ മീഡിയയിലും ഇതിലൊക്കെ കാണുന്ന ഗൾഫിൽ നിന്ന് ഇങ്ങനെ വർഗീയത പറയുന്ന, പോലീസ് കേസിലും പ്രശ്നത്തിലും പെടുന്ന പലരുടെയും അവസ്ഥ ഇതാണ്. അവർക്ക് അഭിനയിക്കാൻ അറിഞ്ഞില്ലാത്തവരാണ്. ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വിഷം സത്യമാണെന്ന് ധരിച്ച് ഇങ്ങനെ നടന്ന് അങ്ങനെ പറയുന്നതാണ്. ശരിക്കും അവർക്ക് കാപട്യം ഉണ്ടെങ്കിൽ അവരുടെ ആ മുഖം അവർ മറച്ചു വെച്ചിട്ട് അവർക്ക് വേറെ രീതിയിൽ അവർക്ക് പ്രതികരിക്കാം. പക്ഷെ അവർ ഗൾഫിൽ പോലും ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എടുക്കാതെ നേരിട്ടങ്ങ് പറയുന്നതെന്ന് പറയുന്നത് ഒരു വളരെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം അവരത്രയ്ക്ക് സാധുക്കളും പാവങ്ങളുമാണ്. ഇതിങ്ങനെ കയറി ഈ വിഷം കയറി അവർക്ക് അത് ശരിയാണെന്ന് ധരിച്ച് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ യവന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അവന് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. അവനുള്ളത് പറഞ്ഞു. അതിനകത്തൊരു സത്യമുണ്ട്. അത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. കാരണം അവന് അനുഭവത്തിൽ നിന്ന് മാറിയപ്പോൾ അവൻ നേരെ തിരിച്ചു പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അപ്പോൾ റമദാൻ വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തൊരു അൽഖുറൈൻ മോസ്ക് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവനെ വിളിക്കും നോമ്പ് തുറക്കാം. അപ്പോൾ ആദ്യം അവനൊരു മടിയാണ്, ഇത് പോവാൻ പ്രശ്നമാണോ, പള്ളിയിൽ നമുക്ക് അങ്ങനെ പോവാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, നീ വാന്ന് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് ഞങ്ങൾ പോകും. അത് 2 ദിവസം ഞങ്ങൾ അവനെ വിളിച്ചിട്ട് പോകും. അവിടെ പോയി ഞങ്ങളെല്ലാം കൂടെ ഭക്ഷണം കഴിക്കും. കാരണം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ, എളുപ്പമല്ലേ, അവിടെ പോയി കഴിച്ചിട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ വരും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വരും വൈകുന്നേരം. ആ സമയമൊക്കെ പോവാൻ വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് വിളിച്ചിട്ട് പോകും. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ അബുദാബി അലയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇല്ലാതെയും പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ ഒരു കാര്യസ്ഥനെ പോലെ ആയി. എന്നിട്ട് അവൻ അവിടെ പോയിട്ട് ഞങ്ങളുടെ കൂടെ എല്ലാവരും കഴിച്ചിട്ട് ചിലപ്പോൾ രാത്രി പിന്നെ കഴിക്കാനുള്ള പാഴ്സലും കൂടെ എടുക്കും അവിടെ നിന്ന്, എന്നിട്ട് വരും. അത്രയും ഒരു ഫ്രീ ആയി മാറി. അപ്പോൾ ഇത് എനിക്ക് ഒരു RSSകാരനായിട്ട് എനിക്ക് അതിന് മുമ്പോ അതിന് ശേഷമോ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു പേഴ്സണൽ റിലേഷൻ ഇങ്ങനെ ഒരേ ഒരു വ്യക്തിയുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അത് മറ്റേ റോഡിൽ ഇങ്ങനെ കാണുമെങ്കിലും പേഴ്സണലായിട്ട് എനിക്കൊരു റിലേഷൻ ഉണ്ടായ ഒരേ ഒരു വ്യക്തി ഈ പയ്യനാണ്, കണ്ണൂരുള്ളതാണ്. പിന്നെ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ അവിടെ നിന്ന് പിന്നെ മാറി, ഞാൻ നാട്ടിൽ വന്നു, പിന്നെ ഓസ്കരി പോയി, പിന്നെ അതിന് ശേഷം കോൺടാക്ട് ഉണ്ട്. എന്തായാലും എവിടെന്നെങ്കിലും ഇത് കാണുന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ.